ഹലോ ഗൈസ്, അപ്പോൾ ഗീതാ ഗോവിന്ദൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയുന്ന ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ ഗീതു ഇന്നലെ രേഖാമൂലമുള്ള അമ്മായിയമ്മയോട് പറയാൻ പറഞ്ഞ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആ സ്ത്രീ ആരാണെന്ന് നമ്മുടെ രാധികാമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ അഭിനയിക്കുകയാണ്. ഇതെന്തോ വശപ്പശകുള്ള സംഭവമാണ് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒന്ന് കളിപ്പിക്കാമെന്ന് വെച്ചിട്ട് അവൾ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, നാവിൻ തുമ്പത്തുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ കുറച്ച് കളിപ്പിക്കും. അപ്പോൾ നമ്മുടെ രാധികാമ്മക്ക് ഇവളെ ആക്ടിങ് മനസ്സിലാവും. എന്നിട്ട് നീ വെറുതെ അഭിനയിക്കാതെ ഉള്ള കാര്യം പറ എന്നിങ്ങനെ പറയും. ഗോവിന്ദുമായിട്ട് അവർ സംസാരിച്ചതെന്നും ചോദിക്കും. അപ്പോൾ ഗീതു കളിപ്പിക്കും. സംസാരിച്ചിരുന്നു, അവർ എന്തൊക്കെയോ കുറേ സമയം സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഒളിഞ്ഞു നോക്കുന്നതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാനൊന്നും പോയില്ല ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ രാധികാമ്മയ്ക്ക് ടെൻഷൻ കയറി. എന്നിട്ടിങ്ങനെ അത് അനാർക്കലി ഇനി ആയിരിക്കും എന്നിങ്ങനെ ഉറപ്പിച്ചു. അപ്പോൾ ഗീതു ഇങ്ങനെ വഴിമാറി തന്നു പറഞ്ഞിട്ട് ഗീതു റൂമിലേക്ക് പോകും. എന്നിട്ട് മെസ്സേജ് നോക്കാൻ വേണ്ടി റൂമിലേക്ക് പോകും. അപ്പോൾ തന്നെ നമ്മുടെ രാധികാമ്മ പുറകെ തന്നെ വരും. എന്നിട്ട് അവൻ അയച്ച മെസ്സേജ് എന്താ നോക്കിയാട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അതായത് രാധികാമ്മ വിചാരിച്ചു അനാർക്കലി വിളിച്ചിട്ട് പോയതായിരിക്കും എന്നുള്ള ഇതിൽ വിചാരിച്ചു. അവൻ അയച്ച മെസ്സേജ് എന്താ നോക്കാൻ വേണ്ടി പറഞ്ഞു, എവിടെയാണ് പോയെന്ന്. അപ്പോൾ ഗീതു പറയും, രേഖാമൂലം രേഖാമൂലമുള്ള എൻ്റെ ഭർത്താവ് എനിക്ക് അയച്ച മെസ്സേജ് രേഖാമൂലമുള്ള ഞാനല്ലേ നോക്കേണ്ടത്, രേഖാമൂലമുള്ള അമ്മയല്ലല്ലോ. അങ്ങനെ അമ്മയും കൂടെ അറിയേണ്ടതാണെങ്കിൽ അത് രേഖാമൂലമുള്ള അമ്മയ്ക്കും ആ ഫോണിൽ വരും ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ഇതാക്കി പറഞ്ഞു. എന്നിട്ട് നമ്മുടെ രാധികാമ്മ പറഞ്ഞു, നിന്നോടെന്താ ആ സ്ത്രീ പറഞ്ഞതെന്ന് ശരിക്കും പറയാൻ പറഞ്ഞു, ദയവ് ചെയ്തൊന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗീതു പറഞ്ഞു, അങ്ങനെ രേഖാമൂലമായിട്ട് ചോദിക്കുക അപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട്, അതായത് ഗോവിന്ദേട്ടനെ കൃത്യം 9 മണിക്ക് അവർ വിളിച്ചു എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയും. അപ്പോൾ രാധികാമ്മ ഇങ്ങനെ ഭാഗ്യം, അപ്പോൾ കണ്ണനുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഭാഗ്യം തന്നെയെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് രാധികാമ്മ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഡോറിൻ്റെ കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിട്ട് ഇങ്ങനെ കണ്ണൻ എവിടെയാണ് പോയത്, അനാർക്കലി കാണാനായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ എവിടെയാണ് പോയെന്ന് അറിയണമല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഗീതു പുറത്തേക്ക് വരും. എന്നിട്ട് ഗീതു വിചാരിക്കും ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതാണെന്ന്. എന്നിട്ട് ഗീതു ചോദിക്കും, ഇനിയും ഈ പരിപാടി നിർത്താനായില്ലേ, മാന്യമായി ജീവിച്ചോടി, ഇത്രയും പ്രായമായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ടേക്ക് പോയിട്ട് ഡോറടയ്ക്കും. അപ്പോൾ രാധിക മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഇന്നലെ 9 മണിക്ക് മുന്നേ തിരിച്ചു വിളിക്കണമെന്ന് അനാർക്കലി പറഞ്ഞിരുന്നു, അതിൻ്റെ പ്രതിഷേധമാണ് അവൾ കാണിച്ചത്. നേരത്തെ വിളിച്ചിട്ട് അങ്ങോട്ട് കാണാൻ വരാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇങ്ങനെ പറയുമ്പം രേഖ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടാവും. രേഖയോട് ചോദിക്കും, വരുൺ ഇനി എണീച്ചില്ലേന്ന് ചോദിക്കും. അപ്പോൾ രേഖ പറയും, ഇല്ല, നല്ല ഉറക്കം, ഇന്നലത്തെ ക്ഷീണം കൊണ്ടായിരിക്കും ഭയങ്കര ഉറക്കം, ഇന്ന് ഉച്ചയായാലും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. അപ്പോൾ രാധികാമ്മ ചോദിക്കും, എന്താ ഇത്ര ക്ഷീണത്തിന് കാരണം. അപ്പോൾ രേഖ ഇങ്ങനെ ഇന്നലത്തെ ആ പൊടി കലക്കി കൊടുത്തതൊക്കെ ഇങ്ങനെ ആലോചിക്കും, അതത്രയേ ഉള്ളൂ. എന്നിട്ട് പിന്നെ കാണിക്കുന്നതാണ് ഗീതു അപ്പോഴേക്കും ഇപ്പുറത്തുനിന്ന് എന്ത് മെസ്സേജ് അയച്ചെന്നിങ്ങനെ നോക്കണം. അപ്പോൾ കുറേ ഫോട്ടോസും ഒരു ഓഡിയോയും കൂടെ അയച്ചിട്ടുണ്ട്. ഓഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളു കുടിച്ചതിന് സോറി, മദ്യപിച്ചതിന് സോറി പറഞ്ഞാണ്, എന്തായാലും കുറേ പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇപ്രാവശ്യം നീ എന്നോട് ക്ഷമിക്കില്ല എന്നറിയാം, അതുകൊണ്ട് ഇതിൻ്റെ കുറ്റബോധം കൊണ്ട് രാവിലെ എണീച്ചിട്ട് നിൻ്റെ മുഖം ഫേസ് ചെയ്യാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് രാവിലെ തന്നെ എണീച്ച് ഞാൻ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കുറ്റബോധം കാരണം നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാലേ ഞാൻ തിരിച്ചു വരുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഇനി സന്യാസത്തിന് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓഡിയോ. എന്നിട്ട് കുറേ ഫോട്ടോസും, അതായത് ഫോട്ടോ അയച്ചത് നീ വിശ്വസിക്കില്ല, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്നറിയുന്നതുകൊണ്ടാണ് അമ്പലത്തിന് മുന്നിൽ നിന്ന് സെൽഫി എടുത്ത് അയക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഗീതു ഇങ്ങനെ കുറ്റബോധം കാരണം കുറച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് അപ്പോഴത്തേക്ക് ഞാൻ റെഡി ആവാമെന്ന് പറഞ്ഞിട്ട് ഗീതു കുളിക്കാൻ വേണ്ടി പോകും. ഗീതു ആ വോയിസൊക്കെ കേട്ടിട്ടാണ് കുളിക്കാൻ പോകുക, റിപ്ലൈ ഒന്നും കൊടുത്തില്ല. എന്നിട്ട് ഇപ്പുറത്ത് നമ്മുടെ ഗോവിന്ദിനെയും അയ്യപ്പേട്ടനെയും കാണിക്കുന്നുണ്ട്. അവർ രണ്ടാളും കൂടിയാണ് അമ്പലത്തിൽ പോയത്. എന്നിട്ടിങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ പറയും, ഞാൻ അയച്ച ഓഡിയോ മെസ്സേജ് അവൾ കേട്ടു, എന്നിട്ട് എന്താ അവൾ റിപ്ലൈ തരാത്തതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അവൾ എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ റിപ്ലൈ തരാത്തതെന്ന്. അപ്പോൾ അയ്യപ്പേട്ടൻ പറഞ്ഞു, അതിന് ഉത്തരം സിമ്പിളാണ്, അവൾ ക്ഷമിച്ചിട്ടില്ല, ഇന്നലത്തെ കാര്യങ്ങൾ അവൾ ക്ഷമിച്ചിട്ടില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ദേഷ്യപ്പെടും. എന്നിട്ട് ഞാൻ ഇന്നലെ വേണ്ട എന്ന് പറഞ്ഞതല്ലേ, നിങ്ങൾ എന്നെ നിർബന്ധിച്ചതെന്നിങ്ങനെ അയ്യപ്പേട്ടനോട് പറയും. അപ്പോൾ അയ്യപ്പേട്ടൻ പറയും, ഇന്നലെ 5 ബെഗ് അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല നിർത്താമെന്ന്, അപ്പോൾ കുഞ്ഞിന് വേണ്ട, ഒന്നും കൂടി അടിച്ചിട്ട് ഗീതുമോളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളിങ്ങനെ ചെറുതായിട്ടൊന്ന് കുത്തും. അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്യും ഗോവിന്ദൻ്റെ. അപ്പോൾ അയ്യപ്പേട്ടൻ പറയും, ഗീതുമോള് വിളിക്കാമെന്ന് പറയും. പക്ഷെ അത് ഗീതു അല്ല, വിജയലക്ഷ്മി അമ്മയായിരുന്നു. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ പറയും, ഇത് അവരാ വിളിക്കുന്നത്, ഇപ്പം കുറച്ച് അധികം ഫ്രീഡം എടുക്കുന്നുണ്ട് അവർ, അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും, എടുക്കില്ല. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇവൻ എന്തിനാണ് ഫോൺ കട്ട് ചെയ്യുന്നത്, അനാർക്കലി ഭദ്രനെയും രാധികയും വിളിച്ച കാര്യം അവനോട് പറയണമല്ലോ, ഗീതുവിനെ ആണെങ്കിൽ വിളിക്കാൻ പറ്റില്ല, വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു 100 കൂട്ടം സംശയമായിരിക്കും, അതുകൊണ്ട് ഞാനായിട്ടൊന്നും പറയാൻ പാടില്ല, അതുകൊണ്ട് അവൾ വിളിക്കില്ല എന്നിങ്ങനെ വിജയലക്ഷ്മി അമ്മ പറയുന്നു. അതത്രയേ ഉള്ളൂ. പിന്നെ ഗീതു കുളിച്ചിട്ട് വന്നിട്ട് നോക്കുമ്പോൾ വീണ്ടും കുറച്ച് ഫോട്ടോസും ഓഡിയോ ഒക്കെ ഉണ്ടാവും. ഫോട്ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നത്, ഓഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോടുകൂടി 6 ക്ഷേത്രം ഞാൻ സന്ദർശിച്ചു കഴിഞ്ഞു,
ഇനി അടുത്ത ഒന്നും കൂടി ആയിക്കഴിഞ്ഞാൽ 7ാമത്തെ ആവും. അപ്പോൾ സപ്തക്ഷേത്ര സന്ദർശനമാവും. ഇനിയെങ്കിലും നീ എന്നോടൊന്ന് ക്ഷമിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു ഓഡിയോ ആണത്. അതിന് മുന്നേ നമ്മുടെ രാധികാമ്മ ജയിലിൽ പോയിട്ട് നമ്മുടെ അനാർക്കലിയെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജയിൽ വാർഡനും അവിടെയുണ്ട്. അപ്പോൾ അനാർക്കലിയോട് പറയും അധികം സംഭാഷണമൊന്നും വേണ്ട ഇങ്ങനെ പറയും. രാധികാമ്മ ഇങ്ങനെ ചോദിക്കും എന്തിനാ ഗോവിന്ദനെ വിളിച്ചത്, നീ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അനാർക്കലി പറയും നീയാണ് എന്നെ കുറ്റക്കാരി, നീയും ഭദ്രനും കൂടിയാണ് എന്നെ ഒരു ക്രിമിനലാക്കിയത്, കുറ്റവാളിയാക്കിയത്, ഒരു കൊലപാതകിയാക്കിയത്. അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെട്ട നിമിഷം ഞാനിന്ന് വെറുത്ത് പോകണം. ഏത് നിമിഷത്തിലാണോ സന്ദർഭത്തിലാണോ എനിക്ക് പരിചയപ്പെടാൻ തോന്നിയത്, അല്ലെങ്കിൽ ഞാനൊരു കുറ്റവാളി ആവില്ലായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ഒരു മക്കളെയും നോക്കി ഒരു വീട്ടമ്മയായിട്ട് ഞാനൊരു എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നാട്ടിൽ ജീവിച്ചേനെ, സന്തോഷമായിട്ട് ജീവിച്ചേനെ. നീയാണ് എന്നെ ക്രിമിനലാക്കിയത്, എൻ്റെ സന്തോഷവും സുഖമൊക്കെ കളഞ്ഞത് നീയാണ് ചതിച്ചത് എന്നൊക്കെ പറയും. പിന്നെ ഞാനും നീയും കൂടിയാണ് മാധവൻ നായരെ ചതിച്ചത്, മാധവൻ നായരെയും വിജയലക്ഷ്മിയെയും ചതിച്ചത് നമ്മൾ രണ്ടാളും കൂടിയാണ്. മാധവൻ നായരുടെ സാമ്പത്തിക തട്ടിപ്പൊക്കെ നമ്മൾ രണ്ടാളും കൂടി നടത്തിയത്, അതിൻ്റെ രേഖയൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അത് ഞാനിപ്പം ഗോവിന്ദനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ നിന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നു കളയും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ തന്നെ നമ്മുടെ രാധികാമ്മക്ക് ദേഷ്യം ഇങ്ങനെ വന്നു. നീ വെറുതെ വേണ്ടാത്തൊന്നും ചെയ്യാൻ പാടില്ല, പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല, ഞാനൊന്നും നിന്നെ ചതിച്ചിട്ടില്ല എന്നൊക്കെ പറയണം. അപ്പോൾ നമ്മുടെ അനാർക്കലി പറയുന്നുണ്ട് നീ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, നീ എന്നെ ചതിച്ചതെന്ന് പറയും. എന്താ പറയുക, ഞാനും കൂടെ അനുഭവിക്കേണ്ട സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആ ഒരു പൈസ ഉണ്ടല്ലോ, അത് ഞാനും കൂടെ അനുഭവിക്കേണ്ടതായിരുന്നു. എന്നിട്ട് നീ മാത്രം അത് തട്ടിയെടുത്തു, എനിക്കും കൂടെ അവകാശപ്പെട്ടതാണത്. നീ ഒറ്റയൊരുത്തി കാരണമാണ് മാധവൻ നായർ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടതെന്ന് എനിക്ക് നല്ലോണം അറിയാം എന്ന് പറയാണ്. എന്നിട്ട് അപ്പോൾ നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട് നീ വിചാരിക്കുന്ന പോലെ ഞാനല്ല നിന്നെ ചതിച്ചത്, ഭദ്രനാണ് ചതിച്ചതെന്ന് ഇങ്ങനെ പറയും. ഭദ്രനാണ് ഞങ്ങൾ രണ്ടാളെയും ചതിച്ചിട്ട് പൈസയും കൊണ്ട് പോയത് എന്നിങ്ങനെ പറയും. അപ്പോൾ അനാർക്കലി ചിരിക്കും. എന്നിട്ട് ഇതൊക്കെ വിശ്വസിക്കാൻ ഞാൻ എന്താ പൊട്ടത്തിയാണോ എന്നിങ്ങനെ ചോദിക്കും. ആ സമയത്ത് ഗോവിന്ദ് നേടിയെടുക്കുന്നതിനോടൊപ്പം തന്നെ വളരുന്നതിനോടൊപ്പം തന്നെ നീ ഈ പൈസയും കൂടെ കൂട്ടിച്ചേർത്ത് ഇത് നീ വെളുപ്പിച്ചെടുത്തു എന്നിങ്ങനെ പറയും. അത് ഭദ്രൻ്റെ പേർക്ക് ഇടുവൊന്നും വേണ്ട. എന്നിട്ട് ഭദ്രനെ കൂട്ടുനിന്നത് കൊണ്ട് ഭദ്രൻ്റെ മകളെ നിൻ്റെ മകനെ കൊണ്ട് കെട്ടിച്ചു, ഭദ്രൻ്റെ മോനെ കൊണ്ട് കെട്ടിച്ചു, ഇതല്ലേ എന്ന് പറയും. അപ്പോൾ രാധികാമ്മ പറയും അതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണ്, ഇങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ ഗോവിന്ദ് ഒറ്റയ്ക്ക് നേടിയെടുത്തതാണ്, വെട്ടിപ്പിടിച്ചതാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അനാർക്കലി അത് വിശ്വസിക്കില്ല, എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കും. ജയിലിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മഹാറാണിയെ പോലെ വാഴണം, ഒന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ല ഇങ്ങനെ പറയും. ഇനിയൊരു കൂടി പോലെ ഒരു 7 ദിവസം കൂടിയേ ഉള്ളൂ ജയിൽ ശിക്ഷ കഴിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മഹാറാണിയെ പോലെ വാഴണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ രാധികാമ്മ പറയും ഞാൻ നിനക്കൊരു ജോലി ഏർപ്പാടാക്കി തരാം, അതിൻ്റെ ശമ്പളം വെച്ച് നീ ജീവിച്ചോന്ന്. അപ്പോൾ അതൊന്നും നമ്മുടെ അനാർക്കലിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ ഈ പറയുന്നത്, ജോലി എടുത്ത് ജീവിക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നുമില്ല, എനിക്ക് മഹാറാണിയെ പോലെ ഇങ്ങനെ വാഴണം എന്ന് പറയും. അതിനുള്ള പണം നീ തരാം, അതിന് സമ്മതമാണെങ്കിൽ മാത്രം ഇനി നീ എന്നെ കാണാൻ വേണ്ടി വന്നാൽ മതി എന്നിങ്ങനെ രാധികാമ്മയോട് അനാർക്കലി പറഞ്ഞിട്ട് പോവും. രാധികാമ്മക്ക് ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ട്, പക്ഷേ രാധികാമ്മ അങ്ങോട്ട് പോയി. അപ്പോൾ ഇവർ രണ്ടാളും ഈ സംഭാഷണം കഴിഞ്ഞ പാട് നമ്മുടെ ജയിൽ വാർഡൻ വിജയലക്ഷ്മി അമ്മ വിളിച്ചിട്ട് പറയും അനാർക്കലി രാധികാമ്മ കാണാൻ വന്നിരുന്നു എന്ന് പറയും. അപ്പോൾ അതത്രയേ ഉള്ളൂ. പിന്നെയാണ് ഗീതു ആ മെസ്സേജ് കാണുന്നത്. അത് ഇനിയെങ്കിലും നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ പറയും നമുക്കിങ്ങനെ പ്രേമഭിക്ഷുക്കളായി പറന്ന് നടക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് ഗോവിന്ദൻ്റെ ഫോട്ടോയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.